കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പീഡാനുഭവത്തിൻ്റെ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ ധ്യാനിക്കുവാൻ ഈ കാലയളവ് നമ്മൾ ഒരവസരമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. ജീവിതത്തിലുടനീളം രക്തവും മാംസവും പങ്കുവച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് കടന്നു ചെന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുവാനായിട്ട് ഈ അവസരം നമുക്കൊന്ന് ഉപയോഗിക്കാം. നമ്മളെ എന്തുമാത്രം അവിടെ നിന്ന് സ്നേഹിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്നേഹം തന്നുകൊണ്ട്, എത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മളെ കാത്തുപരിപാലിച്ചിട്ടുണ്ട്. എന്നിട്ടും കുരിശിൻ്റെ വഴിയിലെല്ലാം ക്രിസ്തുവിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പാപങ്ങളെ ഓർത്തൊന്ന് മനസ്താപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അന്ന് പട്ടാളക്കാർ അവനെ തുപ്പുകയും ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് അതേ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകുകയാണ്. അവനെ ഉറുബേൽപ്പിച്ചുകൊണ്ട്, അവനെ ഉപദ്രവിച്ചുകൊണ്ട്, നമ്മുടെ പാപങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ നമ്മളും ചാട്ടവാർ അടിച്ച് നമ്മുടെ ക്രിസ്തുവിനെ മുറിവേൽപ്പിക്കുകയാണ്. കുരിശിൻ്റെ മാറിൽ കിടക്കുന്ന കർത്താവിനെ ഒന്ന് കണ്ടുകൊണ്ട്, കർത്താവേ നീ എനിക്കായി മരിച്ചു എന്ന് വിശ്വസിക്കാൻ, കർത്താവേ നീ എനിക്കായി കുരിശിൽ പിടഞ്ഞു മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ ഈ നിമിഷം നമ്മുടെ മനസ്സിനെ ഒന്ന് തുറക്കാം. യേശയ്യ 53:5 ഇങ്ങനെ പറയുന്നു: നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ക്രൂശിതനാമൻ്റെ ഈശോയെ, എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുവാൻ ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. എന്നെ, ഈ പാപിയായ എന്നെ സ്വീകരിക്കണമേ എന്ന് ഈ നിമിഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ദേവാ തളർന്നങ്ങു വീണിട്ടും എഴുന്നേറ്റു മരക്കുരിശേന്തി നീ നടന്നു നീങ്ങി എന്റെ ദൈവമേ ഞാനല്ലയോ അങ്ങയെ ചാട്ടയടിച്ചു ക്രൂശിതനാമിൻ യേശുനാഥ എൻ പാപമെല്ലാം ഏറ്റ ദേവാ രൂപഹീനനായി നാഥൻ വികൃതനായി കണ്ടവരെല്ലാം നിന്നെ വിട്ടുപോയി രൂപഹീനനായി നാഥൻ വികൃതനായി കണ്ടവരെല്ലാം നിന്നെ വിട്ടുപോയി തിരിഞ്ഞൊന്നു നോക്കി നാഥൻ ആരെയും കണ്ടില്ല ക്ഷീണിച്ചു പോയി ദേവൻ വിവശനായി ക്രൂശിതനാമിൻ യേശുനാഥ എൻ പാപമെല്ലാം ഏറ്റ ദേവാ ക്രൂശിതനാമിൻ യേശുനാഥ എൻ പാപമെല്ലാം ഏറ്റ ദേവാ തളർന്നങ്ങു വീണിട്ടും എഴുന്നേറ്റു മരക്കുരിശേന്തി നീ നടന്നു നീങ്ങി എന്റെ ദൈവമേ ഞാനല്ലയോ അങ്ങയെ ചാട്ടയടിച്ചു ക്രൂശിതനാമിൻ യേശുനാഥ എൻ പാപമെല്ലാം ഏറ്റ ദേവാ അവൻ ഒരതിക്രമവും ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല. എങ്കിലും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവനെ സംസ്കരിക്കപ്പെട്ടു. വഞ്ചകനെ പോലെ, പാപിയെപ്പോലെ മരക്കുരിശിൽ മരിക്കുവാൻ ദൈവം അവനെ വിട്ടുകൊടുത്തു. യേശയ്യയുടെ ഈ വചനങ്ങൾ ഓർക്കുമ്പോൾ ഒരു മനുഷ്യനെയും വഞ്ചിക്കാത്ത നമ്മുടെ ഈശോയുടെ മുഖം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും പാപം പോക്കുവാൻ, എൻ്റെയും നിൻ്റെയും രോഗം സൗഖ്യമാക്കുവാൻ, എന്നെയും നിന്നെയും സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുവാൻ ഇതാ കർത്താവ് പാപിയെ പോലെ, വഞ്ചകനെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നോർക്കാം, എൻ്റെ പേർക്കാണ് അവൻ മൂന്നാണിമേൽ കുരിശിൽ മരിച്ചത്. എൻ്റെ പാപം പോക്കാനാണ് അവൻ മാറ് പിളർക്കപ്പെട്ടത്. എൻ്റെ പാപം കഴുകി മഞ്ഞുപോലെ വിശുദ്ധീകരിക്കാനാണ് അവൻ ചാട്ടവാർ അടികളേറ്റത്. എനിക്ക് സൗഖ്യം നൽകാനാണ് അവൻ മുൾമുടി ചൂടിയത്. ഈ പീഡാനുഭവത്തിന്റെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ഓർക്കാം, എൻ്റെ പേർക്കായാണ് ഈ കാൽവരി കുരിശില്
അവൻ പിടഞ്ഞു മരിക്കുന്നത്. അവൻ്റെ തിരിച്ചോരകളെ ഓർത്ത്, അവൻ്റെ മാറ് പിളർന്ന ആ അവസ്ഥയെ ഓർത്ത്, അവൻ്റെ കരങ്ങളിലും കാലിലും തറയ്ക്കപ്പെട്ട ആ ആണിപ്പഴുതുകളെ ഓർത്ത് നമ്മുടെ മനസ്സിനെയൊന്ന് കർത്താവിൻ്റെ പക്കലേക്ക് അടുപ്പിക്കാം. ഒന്ന് സ്വസ്ഥമായി, ഈശോയെ, നീ എൻ്റെ പേർക്ക് വേണ്ടി മരിച്ചവനാണ്. ഒരു വഞ്ചനയും പ്രവർത്തിക്കാത്ത നീ, ഒരതിക്രമവും കാണിക്കാത്ത നീ, അതിക്രമിയായ വഞ്ചകനായ എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നതോർക്കുമ്പോൾ കർത്താവേ, കഠിനമായ പശ്ചാത്താപത്തോടെ നിന്റെ കുരിശിൻ ചുവട്ടിൽ തല കുനിച്ചുകൊണ്ട് ഞാൻ നിന്നുകൊണ്ട് പറയുന്നു, കർത്താവേ, എൻ്റെ പാപത്തെ ഓർക്കരുതേ എന്ന്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. കാൽവരി കുരിശന്മേൽ എൻ്റെ കർത്താവ് പിടയുമ്പോൾ എൻ്റെയും നിൻ്റെയും മനസ്സിൽ ഒരു തേങ്ങലെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? എൻ്റെ പ്രാണനാഥൻ കുരിശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിനെ ഒന്ന് നൊമ്പരപ്പെടുത്തുന്നുണ്ടോ? നാം തെറ്റ് ചെയ്യുമ്പോഴൊക്കെ
നാം വഴിതെറ്റിപ്പോകുമ്പോഴൊക്കെ അവൻ്റെ വചനം എത്രയോ പ്രാവശ്യം നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങിയിട്ടുണ്ട്. മകനെ, ഇതാണ് വഴി, ഇതിലേ പോവുക. എന്നിട്ടും അവൻ്റെ സ്നേഹത്തെ അവഗണിച്ച് കടന്നുപോയ എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളമുണ്ട്. കർത്താവിനെ ഒത്തിരിയധികം സ്നേഹിച്ച് മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ പിരിയുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് അവൻ്റെ അവസാന നിമിഷങ്ങളിൽ എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞു. കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചവൻ, അപ്പവും വീഞ്ഞും നീട്ടിക്കൊടുത്ത് സ്നേഹം പങ്കുവച്ച, സ്നേഹം നീട്ടിയ തൻ്റെ സുഹൃത്തായ യൂദാസ്, അവനും അവസാന നിമിഷത്തിൽ പ്രാണനാഥനെ വിട്ടു കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എത്രയോ പ്രാവശ്യം പത്രോസിനെ പോലെ നമ്മുടെ ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ അറിയില്ല എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എത്രയോ പേരുടെ മുമ്പിൽ യൂദാസിനെ പോലെ ഞാൻ എൻ്റെ പൊന്നു കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ കർത്താവ് കാൽവരി കുരിശിൻമലയിൽ എനിക്ക് വേണ്ടി പ്രാണൻ വെടിയുന്നതോർത്ത് ഒന്ന് കരയാമോ കുഞ്ഞേ? എൻ്റെ പ്രാണനിൽ ഒരു നൊമ്പരം, ഒരു വേദന ഈ നിമിഷം ഉണ്ടാകട്ടെ. ഈ ദുഃഖവെള്ളിയിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയുണ്ടായിട്ടില്ലെങ്കിൽ വെറുതെ ഒരു വെള്ളിയാഴ്ചയായി ഇത് കടന്നു പോകും. കർത്താവേ, ഇതാ ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഓർക്കാതെ എന്നോട് കരുണ തോന്നണമേ യേശുവേ, എന്നോട് കരുണ തോന്നണമേ കർത്താവേ.
ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്നതാരിതാ, ക്രൂശിന്മേൽ കാണുന്നതാരിതാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി പ്രാണൻ വെടിയുന്നു, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി പ്രാണൻ വെടിയുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം